ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ വാട്സപ്പിൽ വന്ന 5 പുതിയ അപ്ഡേറ്റുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഫീച്ചർ അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ ഒരു അപ്ഡേറ്റിൽ കിട്ടിയിട്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ഒരു അപ്ഡേറ്റിന് വേണ്ടി വീണ്ടും കാത്തിരിക്കുക. അടുത്ത അപ്ഡേറ്റിലെങ്കിലും നിങ്ങൾക്ക് ഈ ഫീച്ചറുകളൊക്കെ ലഭ്യമാവും. അപ്പോൾ വാട്സപ്പിൽ വന്ന 5 അപ്ഡേറ്റ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ ഞാനൊന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് വെക്കാനുള്ള ഒരു ഫീച്ചർ കിട്ടുക. അതായത് നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഫീച്ചർ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസിലാണ് പുതിയൊരു ഫീച്ചർ വന്നത്. നമുക്കിവിടെ സ്റ്റാറ്റസിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് വന്നത് സ്റ്റാറ്റസിലാണ് ഈ ഒരു ഫീച്ചർ. സ്റ്റാറ്റസ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മളെ ഗാലറി പോയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ തന്നെ കാണാൻ പറ്റും. സാധാരണ നമുക്ക് 30 സെക്കൻഡാണ് സ്റ്റാറ്റസിന് ദൈർഘ്യമുണ്ടെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റ് സമയം നമുക്ക് സ്റ്റാറ്റസിൽ പുതുതായിട്ട് വന്ന അപ്ഡേറ്റിൽ 1 മിനിറ്റ് സമയമാണ് സ്റ്റാറ്റസ്. കാരണം നമ്മൾ 30 സെക്കൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വെക്കുന്ന വീഡിയോസ് ഇപ്പോൾ 1 മിനിറ്റ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും എന്നുള്ള ഒരു ഫീച്ചറാണ് വാട്സപ്പിൽ പുതുതായിട്ട് വന്നത്. ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഒന്ന് ചെക്ക് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഒരു ഫീച്ചർ വാട്സപ്പിൽ വന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിക്ക് ചെയ്തുകൊണ്ട് റീപ്ലൈ കൊടുക്കുക. ഇമോജി സ്മൈലികൾ അങ്ങനത്തെ കൊടുക്കാനുള്ള റീപ്ലൈ ആ വീഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ വാട്സപ്പിൽ വന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ കണ്ടുവെച്ച് നിർത്തുന്നത്, എവിടെയാണോ കണ്ടുവെച്ച് തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഫീച്ചറാണ്. ഇതുപോലെ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ഫീച്ചറും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെക്ക് ചെയ്യുക. മൂന്നാമത് വന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് ബാക്കപ്പ് ആയിക്കില്ല, നമുക്ക് എക്സ്പോർട്ട് ചാറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് ഇവിടെ മോർ പോയിട്ട് ഇവിടെ എക്സ്പോർട്ട് ചാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജിമെയിൽ ഐ ഡിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു ചാറ്റ് നമുക്ക് ഇൻ കേസ് നമുക്ക് സേവ് ചെയ്ത് വെക്കണം വെച്ചാൽ അതിപ്പം വാട്സപ്പ് വേറെ രീതിയിൽ തന്നെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സെറ്റിങ്സിൽ ഇവിടെ ചാറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ഹിസ്റ്ററി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് ചാറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോണ്ടാക്റ്റും നമ്മളുടെ ഗ്രൂപ്പുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അത് ഇൻക്ലൂഡ് വീഡിയോ ആയിട്ടും ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ അല്ലാതെയും നമുക്ക് ഏതെങ്കിലും ചാറ്റ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഡയറക്റ്റായിട്ട് നമുക്ക് ചാറ്റ് ഹിസ്റ്ററി അങ്ങനെ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നത്. നാലാമത് വന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. സാധാരണ നമുക്ക് ഓപ്പൺ ഫേസ്ബുക്ക്, അതായത് ഫേസ്ബുക്കിൽ സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും കൂടി നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്ന ഒരു ഫീച്ചറാണ്. അത് നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാട്സപ്പിൽ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫീച്ചറാണ്. അഞ്ചാമത് വാട്സപ്പിൽ വന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ചാറ്റ് ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചാറ്റ് ലോക്ക് ഇല്ലെങ്കിൽ ലോക്ക് ചാറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കീപ്പ് ദിസ് ചാറ്റ് ലോക്ക്ഡ് ആൻഡ് ഹിഡൻ എന്നുള്ള ഒരു ഫീച്ചറിലേക്ക് പുതിയ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ചിലരുടെ ഫോണിൽ നമ്മൾ ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ ലോക്ക് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആർക്കൈവഡ് ആയിട്ട് ഇതിലേക്ക് മെസ്സേജിൽ വരും. ഇത് അതിനുശേഷം ഇവിടെ ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോണ്ടാക്റ്റ് ഇവിടെ ലോക്ക്ഡ് ചാറ്റിലേക്ക് നിങ്ങൾക്ക് മാറിയത് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും നമ്മൾ ലോക്ക് ചെയ്ത ചാറ്റ് ഇവിടെ ലോക്ക്ഡ് ചാറ്റ് എന്നുള്ള ഒരു ഫോൾഡറിലേക്ക് വന്നിട്ടുള്ളത്. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഫിംഗർ പ്രിന്റ് ആക്സസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കത് ഓപ്പൺ ആവും. അത് ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മളെ ലോക്ക് ചാറ്റ് ഓപ്പൺ ചെയ്യുക.
ഇവിടെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇവിടെ ഒരു വിൻഡോസ് ഓപ്പൺ ചെയ്ത് വരുന്ന കാണാം. ഇവിടെ ഹൈഡ് ലോക്ക് ചാറ്റ് എന്നുള്ള ഒരു ഇനേബിൾ ചെയ്യാനുള്ള ഒരു ഫീച്ചറും താഴെ ഒരു സീക്രട്ട് കോഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറുണ്ട്. ഇവിടെ ഇത് ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കുന്നേരം ഇവിടെ ക്രിയേറ്റ് സീക്രട്ട് കോഡ് എന്നുള്ള ഒരു ഫീച്ചർ ഇവിടെ വന്ന് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഡണ്ണ് എന്നുള്ള ഇത് ഫീച്ചർ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡിസ്പ്ലേയിൽ ആ കോണ്ടാക്റ്റ് ഇവിടെ ലോക്ക് ചാറ്റിൻ്റെ ഫീച്ചറിൽ നിന്ന് ഹൈഡ് ആയിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇവിടെ സെർച്ചിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ നേരത്തെ അടിച്ച പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ലോക്ക്ഡ് ചാറ്റ് എന്നുള്ളൊരു ഫീച്ചർ വന്നിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് ചാറ്റ് ലോക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സീക്രട്ട് കോഡ് ടേൺ ഓഫ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ഓഫ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കോണ്ടാക്റ്റ് ഇവിടെ വിസിബിളായിട്ട് കാണാനും പറ്റും. ലോക്ക്ഡ് ചാറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കി എന്തെങ്കിലും മെസ്സേജ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ ഡിസ്പ്ലേയിലേക്ക് വന്ന് കയറുന്നതാണ്. ഈ ഒരു 5 ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റോഫ്ലോ.